വാ. ആഹാ, രണ്ടാളും കൂടി എങ്ങോട്ടാ? മുത്തശ്ശി, ദേ ഇയാളൊന്ന് നോക്കിയേ. എന്താടാ? അതെ, ഇയാളെ ഈ കണ്ടീഷനിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരുക്കൊക്കെ നന്നായിട്ടുണ്ടോ? ഇതായിരുന്നു നിന്റെ ചോദ്യം. ഇവക്ക് എന്താടാ ഒരു കുറവ്? ആ അടുക്കള പണിക്ക് നിൽക്കുന്നതിന്റെ ഇടയില് അവളെ വിളിച്ചുകൊണ്ട് പോയി ഒരാൾക്കൂട്ടത്തിൽ നിർത്തിയാലും എല്ലാവരുടെയും നോട്ടം അവളുടെ മുഖത്തേക്കായിരിക്കും. അത്രയ്ക്കാ എന്റെ കുഞ്ഞിന്റെ ഐശ്വര്യം. അതെ, ഇങ്ങനെ പറഞ്ഞാ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടോ, സത്യത്തില് താൻ മുത്തശ്ശിക്ക് എന്തെങ്കിലും കൈമട കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്നെ പോലത്തെ ഞാൻ കൈമടക്ക് കൊടുക്കല്ലേ. ആ, അല്ലാതെ പിന്നെ. അതെ, ഇത്രയും കാലം എന്ത് മിണ്ടിയാലും വരുൺ 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ മുത്തശ്ശി ഇപ്പൊ രാധിക രാധിക എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു. അല്ല, ശരിക്കും നിനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വച്ചാ മതി. ഞാനേ എന്റെ മോയുടെ പേരെ പറയത്തുള്ളൂ. ആ, എങ്ങോട്ടാ രണ്ടാളും കൂടി? അതെ മുത്തശ്ശി, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളെ ഇയാളെ കാണണം പരിചയപ്പെടണം എന്നൊക്കെ കുറെ നാളായിട്ട് പറയുന്നു. എന്നെ വിളിച്ചപ്പോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞതാ മുത്തശ്ശി. അവിടെ എല്ലാരും നല്ല സ്റ്റൈലിലൊക്കെ ആയിരിക്കും നടക്കുക. ആ കൂട്ടത്തില് വെറുതെ എന്നെ കൊണ്ട് നിർത്തിയിട്ട്. അതെ, അതിന്റെ ഉത്തരം മുത്തശ്ശി എന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ആൾക്കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാലും സൂര്യന്റെ തേജസ്സോടെ എന്റെ പേരെ കൂട്ടി നിൽക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താടോ? പിന്നെ മുത്തശ്ശി, ഇന്ന് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ? ഇനി മുതല് ഓഫീസിൽ എന്റെ കസേരയിൽ ഇരിക്കാൻ പോകുന്നത് ഇയാളാ. എന്താന്ന്? പിന്നല്ലാതെ. അതെ, കണിമംഗലത്തെ മരുമകളെന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? അതെ, എപ്പോഴും ഇരിക്കണ്ട. ഞാൻ ഇല്ലാത്ത സമയത്ത് ഓഫീസിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നാൽ മാത്രം മതി. ഒരുങ്ങാൻ പറഞ്ഞപ്പോ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയാണ്, ഞാൻ വരില്ല. അതെ, നോക്ക്, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. എനിക്കൊക്കെ എന്തറിഞ്ഞിട്ടാ? നേരെ ചൊവ്വ ഞാൻ പഠിച്ചിട്ട് പോലുമില്ല. അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല. അവന്റെ തീരുമാനമല്ലേ മോളെ, അതങ്ങ് അനുസരിച്ചാൽ എന്താ? മുത്തശ്ശൊന്നും വേണ്ടായിരുന്നേ. തീരുമാനം അനുസരിക്കാൻ പോലും എനിക്ക് വയ്യാന്ന് പറഞ്ഞാ വയ്യ. ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റാൻ പോവാ. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. നിക്ക്, എന്റെ പൊന്ന് പെണങ്ങല്ലേ. എന്തായാലും തൽക്കാലം തന്നെ ഞാൻ ഒരു ചാർജ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒളിപ്പിക്കലൊക്കെ ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്.